നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞ ഒരു മായാ ലോകമാണല്ലേ ഈ ഭൂമി. ഇന്നും തെളിയിക്കപ്പെടാത്ത എത്രയെത്ര രഹസ്യങ്ങളാണ് ഈ ലോകത്ത് ഒളിഞ്ഞു കിടക്കുന്നത്. ചുരുളഴിയാത്ത നിരവധി കഥകളാണ് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നത്. അതിലൊന്നാണ് മധ്യ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന കോസ്റ്റാറിക്ക എന്ന രാജ്യത്തിൻ്റെ അധീനതയിലുള്ള കോക്കോസ് ദ്വീപിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന നിധിക്കഥ. ഇന്നും വലിയൊരു നിധിയുടെ നിഗൂഢ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വനമേഖലയാണിത്. ആ നിധിക്കാകട്ടെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 200 വർഷം മുമ്പാണ് കോക്കോ ദ്വീപിൽ നിധിയുടെ കഥ തുടങ്ങുന്നത്. പേരിൽ ചെറുതാണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൻ്റെ തലസ്ഥാനവും അവിടുത്തെ ഏറ്റവും വലിയ നഗരവുമാണ് ലിമ. 16-ാം നൂറ്റാണ്ട് മുതൽ ആ നഗരം സ്പെയിനു കീഴിലായിരുന്നു. അങ്ങനെ ഭരിച്ചു വരുമ്പോഴാണ് തെക്കേ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും ജനസ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം ആരംഭിച്ചത്. അതിന് കാരണവുമുണ്ട്. സ്പാനിഷ് ഭരണാധികാരികൾ തെക്കേ അമേരിക്കയിലെ വിലപിടിച്ച പല വസ്തുക്കളും അതിനോടകം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരമുള്ള യാതൊന്നും ചെയ്തതുമില്ല. അങ്ങനെ ഭരിച്ചു വരുമ്പോഴാണ് തെക്കേ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും ജനസ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം ആരംഭിച്ചത്. അതിന് കാരണവുമുണ്ട്. സ്പാനിഷ് ഭരണാധികാരികൾ തെക്കേ അമേരിക്കയിലെ വിലപിടിച്ച പല വസ്തുക്കളും അതിനോടകം കടത്തിക്കൊണ്ടുപോയിരുന്നു. ജനങ്ങൾക്ക് ഉപകാരമുള്ള യാതൊന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൊടുമ്പിരി കൊണ്ടതോടെ സ്പാനിഷ് അധികാരികളും ലിമ വിട്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷെ അഖണ്ഡകാലം അത്രയും സംഭരിച്ച വിലയേറിയ ഒട്ടേറെ വസ്തുക്കളും സ്വർണവും രത്നങ്ങളുമെല്ലാം അതിനു മുൻപ് അവിടെ നിന്ന് കൊണ്ടുപോകണം. മെക്സിക്കോയിലേക്കുള്ള മാറ്റത്തിനായിരുന്നു ലിമയിലെ വൈസ്രോയിയുടെ തീരുമാനം. അക്കാലത്ത് മെക്സിക്കോ സ്പെയിൻ്റെ കീഴിലായിരുന്നു. മനുഷ്യൻ്റെ അതേ വലിപ്പത്തിലുള്ള 2 സ്വർണ്ണ പ്രതിമകൾ ഉൾപ്പെടെ കപ്പലിൽ കടത്താൻ വൈസ്രോയ് ചുമതല നൽകിയത് ക്യാപ്റ്റൻ വില്യം തോമസിന് കപ്പിത്താനാണ്. എന്നാൽ യാത്രക്കിടെ വില്യമിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. സുഹൃത്തുക്കൾ ചിലരെ ചട്ടം കെട്ടി കപ്പൽ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂട്ടാളികളുടെ സഹായത്തോടെ കാവൽക്കാരെ ഉൾപ്പെടെ കൊലപ്പെടുത്തി കടലിലേക്ക് എറിഞ്ഞു. കപ്പലുമായി അവർ കോക്കോസ് ഐലൻഡിലേക്ക് നീങ്ങി. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 1600 കോടിയോളം രൂപ മൂല്യമുള്ള നിധിയായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ചരിത്രമൂല്യം പക്ഷെ അതിലും എത്രയോ ഇരട്ടി. എന്തൊക്കെയാണെങ്കിലും നിധി കുഴിച്ചിട്ട് മടങ്ങുന്നതിന് സ്പാനിഷ് പട്ടാളം വില്യം തോംസനെ കപ്പൽ സഹിതം പിടികൂടി. അയാളെയും സഹായി ജെയിംസ് അലക്സാണ്ടർ ഫോബ്സിനെയും ഒഴികെ എല്ലാവരെയും തൂക്കിലേറ്റി. കോക്കോസ് ഐലൻഡിലെ നിധി കാണിച്ചു തരാമെന്ന് ഉറപ്പിലായിരുന്നു വില്യമിനെയും ജെയിംസിനെയും കൊല്ലാതെ വിട്ടത്. പക്ഷെ നിധി തേടി ദ്വീപിലെത്തിയതിന് പിന്നാലെ ഇരുവരും രക്ഷപ്പെട്ടു. കൊടുങ്കാട്ടിൽ അവരെ എങ്ങനെ കണ്ടെത്താനാണ്? സ്പാനിഷ് സംഘം അവർ ദ്വീപിൽ ഉപേക്ഷിച്ചു പോയി. അതുവഴി വന്ന ഒരു കപ്പലിൽ വില്യം കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലേക്ക് കടന്നെന്നാണ് പറയപ്പെടുന്നത്. ജെയിംസ് ആകട്ടെ കാലിഫോർണിയയിലേക്കും കടന്നു. ഇരുവരും പിന്നീട് ഒരിക്കലും കോക്കോസ് ദ്വീപിലേക്ക് നിധി തേടി വന്നിട്ടില്ല. പക്ഷെ ഈ കഥ പരന്നതോടെ ഇക്കാലത്തിനിടെ ആ ദ്വീപിലേക്ക് നിധി തേടി എത്തിയവർ എണ്ണിയാൽ തീരില്ല. പലരും ഭാഗ്യം പരീക്ഷിച്ചു, പക്ഷെ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. സ്പാനിഷ് അധികൃതരെ വില്യം ജെയിംസും പറ്റിച്ചതാണെന്നും തെക്കേ അമേരിക്കയിലെ തന്നെ മറ്റൊരു ദ്വീപിലാണ് നിധി ഉള്ളതെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ്. എന്താണെങ്കിലും കോസ്റ്ററിക്കൻ സർക്കാർ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. കോക്കോസ് ഐലൻഡ് ഇനി നിധിവേട്ടയ്ക്കായി വിട്ടുകൊടുക്കില്ല. പകരം സിനിമാ ഷൂട്ടിങ്ങിനും മറ്റും ഇപ്പോൾ ദ്വീപ് ഉപയോഗിക്കുന്നു. ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് ഇന്ന് ദ്വീപ്. ജുറാസിക് പാർക്ക് സിനിമയിലെ കാടിന് മാതൃകയാക്കിയതും കോക്കോസ് ഐലൻഡിനെയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും കോക്കോസ് ഐലൻഡ് ഉണ്ട്. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ലിമയിൽ നിന്ന് കടത്തിയ വമ്പൻ നിധി ഇപ്പോൾ എവിടെയായിരിക്കും?